അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ സംഭാവന സ്വീകരിക്കുന്നതിന് വ്യാജ രസീതുകൾ ഉപയോഗിച്ചിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പേരും ലോഗോയും ഉൾപ്പെടുത്തിയ ഒട്ടേറെ വ്യാജ രസീത് ബുക്കുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സംഭാവന സ്വീകരിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന രസീതുകളുടെ മാതൃകയിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത്. കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ടിന്നു യാദവ്, ലവ്കുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ, അനുകൽപ് മിശ്ര എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജ രസീതുകൾ കണ്ടെത്തിയത്. ഇത്തരത്തിൽ എത്ര രസീത് പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ടെന്നോ എത്ര തുക ഇതുപയോഗിച്ച് പിരിച്ചുവെന്നോ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും SIT തള്ളുന്നില്ല. 2 കോടിക്കും 3 കോടിക്കും ഇടയിലുള്ള തുക ഇതുവരെ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നാണ് SITയുടെ വിലയിരുത്തൽ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്നും നീക്കിയ ഗോപാൽ റാവുവിനെ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് പുറത്താക്കിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതേസമയം സംഭാവന കൊള്ളയറിഞ്ഞ ഞെട്ടലിലാണ് രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന കർസേവാപുരം. അതിപുരാതനമായ ഒട്ടേറെ സന്യാസി മഠങ്ങളും ധർമ്മശാലകളുമുള്ള പ്രദേശമാണ് കർസേവാപുരം. 3 പതിറ്റാണ്ട് മുൻപ് വാങ്ങിയ 250 ഏക്കറോളമുള്ള കാര്യശാലയായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ നേതൃത്വത്തിൽ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ തുടക്കം. ക്ഷേത്രത്തിനായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ശിലകളും നിർമ്മാണ വസ്തുക്കളും എത്തിച്ചിരുന്നതും ഇവിടേക്കായിരുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഒരേ സമയം 100 കണക്കിന് പേരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അനുബന്ധ നിർമ്മാണങ്ങൾക്കായി ഇപ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെ 20-25 പേർ കൊത്തുപണികളും മറ്റു ജോലികളുമായി തുടരുന്നുണ്ട്. കനത്ത പോലീസ് കാവലിലാണ് ഈ പ്രദേശം ഇപ്പോഴും.